Hi friends, welcome to my channel. Today we are going to talk about a poem without title by Diane Glancy, that is written by Diane Glancy. ഈ ഒരു പോം നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BA ഇംഗ്ലീഷ് സെക്കൻഡ് സെമസ്റ്റർ മെയിൻ പേപ്പർ ആയിട്ടുള്ള അപ്രീഷിയേറ്റിംഗ് പോയട്രിയിലെ ഒരു പോമാണ്. നമുക്ക് അബൌട്ട് ദ ഓഥർ ഒന്ന് നോക്കാം. Glancy was born in 1942, Kansas City, Missouri, to a Cherokee descent father and an English German American mother. Glancy decided to reclaim her Cherokee descent through her poetry. അപ്പോൾ ഗ്ലാൻസി വാസ് ബോൺ 1942 1942 മിസോറിയിലെ കൻസാസ് സിറ്റിയിലാണ് അവർ ജനിക്കുന്നത്. ഷി ബിലോങ് ടു ചെറോക്കി ഡിസൈൻ. ചെറോക്കി ഡിസൈൻറ്റിൽ ആണ് അവരുടെ ഫാദർ ഉള്ളത്. അതായത് ചെറോക്കി എന്ന് പറയുന്നത് ഒരു റെഡ് ഇന്ത്യൻ അല്ലെങ്കിൽ അമേരിക്കൻ അബോറിജിനൽ കമ്മ്യൂണിറ്റിയാണ് ചെറോക്കി. അപ്പോൾ ഫാദർ ഒരു ചെറോക്കി ഡിസൈനിൽ വരുന്ന ആളാണ്. ഹർ മദർ ബിലോങ് ടു ആൻ ഇംഗ്ലീഷ് ജർമ്മൻ അമേരിക്കൻ മദർ. അമ്മ ഒരു ഇംഗ്ലീഷ് ജർമ്മൻ അമേരിക്കൻ മദറാണ്. ഇംഗ്ലീഷ് സംസാരിക്കുന്ന ജർമ്മൻ ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് അവരുടെ അമ്മ. ഗ്ലാൻസി ഡിസൈഡ് ടു റീക്ലെയിം ഹർ ചെറോക്കി ഡിസൈൻ ത്രൂ ഹർ പോയട്രി. അതുകൊണ്ട് തന്നെ ഒരു മിക്സഡ് കൾച്ചർ ഉള്ളത് കൊണ്ട് തന്നെ ഡാൻ ഗ്ലാൻസി ഈസ് ട്രൈങ് ടു റീക്ലെയിം ഹർ ലോസ് കൾച്ചർ. അവരുടെ ആ ഒരു കൾച്ചറിനെ, അതായത് പ്രത്യേകിച്ചും ഷി വാസ് വെരി ഫോണ്ട് ഓഫ് ഹർ ഫാദേഴ്സ് കമ്മ്യൂണിറ്റി. ആ ഒരു ചെറോക്കി ട്രൈബ് അല്ലെങ്കിൽ അവരുടെ ഒരു കസ്റ്റംസൊക്കെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു ഡാൻ ഗ്ലാൻസി. അതുകൊണ്ട് തന്നെ അവരുടെ കവിതകളിലൂടെ ആ ഒരു ചെറോക്കി ഡെസൻറ്റ് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് ഡാൻ ഗ്ലാൻസി ചെയ്യുന്നത്. ഡാൻ ഗ്ലാൻസി ഓഫൺ ക്രിയേറ്റ്സ് വർക്ക് ദാറ്റ് റിഫ്ലക്റ്റ് ഹെർ നാറ്റീവ് അമേരിക്കൻ ഹെറിറ്റേജ്. അതായത് അവരുടെ എഴുത്തുകളിലൂടെ ആ ഒരു നാറ്റീവ് അമേരിക്കൻ ഹെറിറ്റേജിനെ തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമം, അല്ലെങ്കിൽ ചെറോക്കി ട്രൈബിൻ്റെ അല്ലെങ്കിൽ അബോറിജിനൽ കമ്മ്യൂണിറ്റിയുടെ ഒരു അവരുടെ ഒരു കൾച്ചറിനെയും അവരുടെ ഒരു ട്രഡീഷൻസിനെയും റിക്കവർ ചെയ്യാനുള്ളൊരു ശ്രമമാണ് ഡാൻ ഗ്ലാൻസി അവരുടെ എഴുത്തുകളിലൂടെ ചെയ്യുന്നത്. ഇവിടെ അബോറിജിനൽസ് എന്ന് പറയുന്നത് വൈറ്റ് സെറ്റിലേഴ്സൊക്കെ വരുന്നതിന് മുമ്പ് അമേരിക്കയിൽ ഉണ്ടായിരുന്ന ഒറിജിനലായിട്ടുള്ള ആളുകളെയാണ് അബോറിജിനൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. It was Glancy who coined the new term Shidonism. She strongly believes in the power of woman and calls herself a feminist. അപ്പോൾ അവരൊരു എഴുത്തുകാരി എന്നതിനേക്കാളുപരി ഷീ ഈസ് എ ഫെമിനിസ്റ്റ്. ഗ്ലാൻസിയുടെ ഒരു പുതിയ ടേമാണ് ഷിഡോണിസം. ഷിഡോണിസം എന്ന് പറയുന്നത് ഷി ബിലീവ്ഡ് ഇൻ ദ പവർ ഓഫ് വിമൺ. അതായത് സ്ത്രീകളുടെ ഒരു ഫെമിനിസ്റ്റ് ആയതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ ഒരു പവറിൽ വിശ്വസിക്കുന്ന ഷിഡോണിസം എന്നുള്ളൊരു കൺസെപ്റ്റ്, ഒരു ടേം കോയിൻ ചെയ്തിട്ടുള്ളത് ഡാൻ ഗ്ലാൻസിയാണ്. Glancy has explored Native American history in depth in her novel Pushing the Bear, a novel of the Trail of Tears and Stone Heart. ഇത് രണ്ടും അവരുടെ നോവൽസാണ്. ഇതിൽ നാറ്റീവ് അമേരിക്കൻ ഹിസ്റ്ററിയാണ് ഈ ഒരു നോവൽസിലെ സബ്ജക്റ്റായിട്ട് വരുന്നത്. ഗ്ലാൻസീസ് കളക്ഷൻ ഓഫ് പോയിംസ് പ്രൈമർ ഓഫ് ദ ഒബ്സൊലറ്റ് won the 2003 Juniper Prize for Poetry. അതായത് അവരുടെ ഒരു പോയട്രി കളക്ഷൻ്റെ പേരാണ് പ്രൈമർ ഓഫ് ദ ഒബ്സൊലറ്റ്. ഈ ഒരു വർക്കിന് 2003 ജൂനിപ്പർ പ്രൈസ് അവാർഡ് കിട്ടിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഇനി അവരുടെ നോട്ടബിളായിട്ടുള്ള അവാർഡ്സാണ് 5 സിവിലൈസ്ഡ് ട്രൈബ്സ് പ്ലേ റൈറ്റിംഗ് ലോറേറ്റ് പ്രൈസ്, the Oklahoma Book Award, the Cherokee Medal of Honor, the Cherokee Honor Society, the Pablo Neruda Prize for Poetry. ഇതിനേക്കാളുപരി വേറെ ഒരുപാട് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. മെയിനായിട്ടുള്ളതും മേജറായിട്ടുള്ളതുമാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതേപോലെ her notable works are The Shadow's Horse, One's Age in a Dream, Pushing the Bear, a novel of the Trail of Tears, In Between Places. ഇതെല്ലാം അവരുടെ പ്രധാനപ്പെട്ട വർക്കുകളാണ്. ഇതിൽ ഈ ആദ്യം പറഞ്ഞ 2 പോയട്രി കളക്ഷൻസാണ്. ഇനി നമുക്ക് വിതൗട്ട് ടൈറ്റിൽ എന്ന് പറയുന്ന ആ ഒരു പോയത്തിൻ്റെ ഒരു ബ്രീഫ് ഐഡിയ ഒന്ന് നോക്കാം. ഇൻ വിതൗട്ട് ടൈറ്റിൽ, ദ സ്പീക്കേഴ്സ് ഫാദർ മൂവ്ഡ് ഫ്രം ദ ലാൻഡ് ആൻഡ് മാരീഡ് എ വൈറ്റ് ലേഡി. ഇൻ ദ പോയം, ദ സ്പീക്കർ സീംസ് ടു സെൻസ് ഹർ ലോസ് ഓഫ് കൾച്ചർ. The speaker's father seems to have a connection to his heritage but no outward signs. This suggests that the parts of that culture may be lost. അപ്പോൾ ഈ ഒരു പോയത്തിൻ്റെ ഒരു ബ്രീഫായിട്ടുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത്, ഷീ ഈസ് ഡെഡിക്കേറ്റിംഗ് ദിസ് സോങ് ടു ഹെർ ഫാദർ. അച്ഛനെ ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു കവിത എഴുതിയിട്ടുള്ളത്. ഹെർ ഫാദർ മൂവ്ഡ് ഫ്രം ഹിസ് ലാൻഡ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ലാൻഡ് വിട്ട് പോവുകയും ആൻഡ് മാരീഡ് എ വൈറ്റ് ലേഡി, ഒരു വൈറ്റ് ലേഡീനെ കല്യാണം കഴിക്കുകയും ചെയ്തു. അതിൻ്റെ ബാക്കിയായിട്ട് അദ്ദേഹം നേരിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കൾച്ചറൽ ഐഡൻറ്റിറ്റി ക്രൈസിസൊക്കെയാണ് ഈ ഒരു പോയത്തിൽ ഡാൻ ഗ്ലാൻസി നമുക്ക് കാണിച്ചു തരുന്നത്. ഈ ഒരു പോയത്തിൽ ദ സ്പീക്കർ സീംസ് ടു സെൻസ് ഹർ ലോസ് ഓഫ് കൾച്ചർ. ആ ഒരു കൾച്ചർ, അവരുടെ ഒരു കൾച്ചർ, ട്രഡീഷൻ, കസ്റ്റംസ് ഇതെല്ലാം നഷ്ടപ്പെട്ടതിനെ കുറിച്ചുള്ള
ഒരു ഒരു ഡെപ്പിക്ഷനാണ് ഈ ഒരു പോയത്തിലൂടെ കാണിച്ചു തരുന്നത്. ദ സ്പീക്കേഴ്സ് ഫാദർ സീംസ് ടു ഹാവ് എ കണക്ഷൻ ടു ഹിസ് ഹെറിറ്റേജ് ബട്ട് നോ ഔട്ട്വേർഡ് സൈൻസ്. പക്ഷേ സ്പീക്കർ എന്താണ് പുറമേ, അതായത് ഫിസിക്കലി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ആ ഒരു അദ്ദേഹത്തിൻ്റെ കൾച്ചർ അദ്ദേഹത്തിന് പ്രകടമാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും ഇറ്റ് ഈസ് വിത്തിൻ ഹിം. ആ ഒരു കൾച്ചർ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട്. ഹീ സ്റ്റിൽ കീപ്പിംഗ് ഹിസ് കൾച്ചർ ഓർ ട്രഡീഷൻസ് ഓർ കസ്റ്റംസ്. അദ്ദേഹം ഇപ്പോഴും ആ ഒരു അവരുടെ ഒരു ചെറോക്കി ട്രൈബ്സിൻ്റെ ആ ഒരു കൾച്ചർ അല്ലെങ്കിൽ അവരുടെ ഒരു ഹെറിറ്റേജൊക്കെ കൊണ്ടു നടക്കുന്ന ഒരാളായിരുന്നു ഫാദർ. പക്ഷേ പുറമേ നോ ഔട്ട്വേർഡ് സൈൻസ്, അതിൻ്റെ പുറമേയുള്ള പ്രകടനങ്ങളൊന്നും കാണിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. ബിക്കോസ് ഹി മാരീഡ് ദാറ്റ് വൈറ്റ് ലേഡി, ഷി ഡസൻ ലൈക്ക് സച്ച് ദാറ്റ് ഓൾഡ് കസ്റ്റംസ് ഓഫ് ദാറ്റ് ചെറോക്കി ട്രൈബ്. ദിസ് സജസ്റ്റ് ദാറ്റ് പാർട്സ് ഓഫ് ദറ്റ് കൾച്ചർ മേ ബി ലോസ്റ്റ്. ഇത് കാണിച്ചു തരുന്നത് അവരുടെ ഒരു കൾച്ചർ അവരുടെ ഒരു കൾച്ചർ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കവിതയിൽ ഫാദറിലൂടെ ഡാൻ ഗ്ലാൻസി ശ്രമിക്കുന്നത്. ഇനി നമുക്ക് ആ ഒരു പോയത്തിൻ്റെ ഒരു സ്റ്റാൻസ വൈസ് അനാലിസിസ് ഒന്ന് നോക്കാം. For my father who lived without ceremony is hard, you know, without the buffalo, the shaman, the arrow, but my father went out each day to hunt as though he had them. ഈ ഒരു കവിത നമ്മൾ പറഞ്ഞു, ദിസ് പോയം ഈസ് എ ട്രിബ്യൂട്ട് ടു ഹർ ബിലൗഡ് ഫാദർ ഹു വാസ് എ നാറ്റീവ് അമേരിക്കൻ. ഈ ഒരു കവിത അവരുടെ നാറ്റീവ് അമേരിക്കൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ചെറോക്കി ട്രൈബിൽപ്പെട്ട ഡാൻ ഗ്ലാൻസിയുടെ അച്ഛന് ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഹു വാസ് മാരീഡ് എ മോഡേൺ ആംഗ്ലോ ജർമ്മൻ വുമൺ. ഒരു ആംഗ്ലോ ജർമ്മൻ ഒരു മോഡേൺ വൈറ്റ് ലേഡീനെയാണ് അവർ കല്യാണം കഴിക്കുന്നത്. ഹു ഓൾവേസ് ഹേറ്റഡ് ദ ട്രഡീഷണൽ വേ ഓഫ് ദെയർ കസ്റ്റംസ്. അതായത് ഈ ഒരു വെള്ളക്കാരിയായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ആംഗ്ലോ ജർമ്മൻ ആയിട്ടുള്ള ഈ ഒരു സ്ത്രീക്ക് ഈ ഒരു ചെറോക്കി ട്രൈബിൻ്റെ ആ ഒരു ട്രഡീഷണൽ കസ്റ്റംസും അല്ലെങ്കിൽ അവരുടെ ആ ഒരു രീതികളൊന്നും ഇഷ്ടപ്പെടാതെ വരികയും അതിനോട് അച്ഛൻ നടത്തുന്ന ചില ചെറുത്തുനിൽപ്പുകളും അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സും ഒക്കെയാണ് ഈ ഒരു പോയത്തിൽ കാണിക്കുന്നത്. അപ്പോൾ ഇറ്റ്സ് ഹാർഡ്, you know, without the buffalo, the shaman, the arrow, but my father went out each day to hunt as though he had them. It's hard, you know, without the buffalo. Buffalo is a very എന്താ പറയുക, is an integral part of the Native American tribal culture. That was an integral part of their culture. അവരുടെ ഒരു കൾച്ചറിൻ്റെ അല്ലെങ്കിൽ ചെറോക്കി ട്രൈബിൻ്റെ ഇടയിലുള്ള ഒരു വലിയൊരു വൈൽഡായിട്ടുള്ള ആ ഒരു അനിമൽ, ബഫലോ അനിമൽ ഒരു സ്പിരിച്വലായിട്ടുള്ള വളരെ ഒരു ഇൻ്റഗ്രൽ ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജീവിയായിട്ടാണ്, ഒരു മൃഗമായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. അപ്പോൾ ബഫലോ ഇല്ലാത്ത, അതായത് ഷമൻ എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സണാണ് ഹു ഹാസ് ആക്സസ് ടു ദ വേൾഡ് ഓഫ് സ്പിരിറ്റ്, അതായത് ഈ മന്ത്രവാദി എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ ഈ മന്ത്രവാദി, അതായത് അവരുടെ ബഫലോസ് ഇല്ലാത്ത അല്ലെങ്കിൽ ഷാമൻ ഇല്ലാത്ത ആരോ, അതായത് ഹണ്ടിങ് ഒക്കെ ചെയ്യുന്ന ആളുകളാണ് ഈ ചെറോക്കി ട്രൈബ്. അപ്പോൾ ഈ ആരോസ് ഒന്നും ഇല്ലാത്ത ഒരു ജീവിതം എന്ന് പറയുന്നത് ഇറ്റ്സ് ഹാർഡ് ടു ദാറ്റ് ചെറോക്കി ട്രൈബൽ പീപ്പിൾ. ഈ ഒരു ചെറോക്കി ട്രൈബൽ പീപ്പിളിന് ഇതൊന്നും ഇല്ലാത്തൊരു ജീവിതം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയതാണ്. ബട്ട് മൈ ഫാദർ വെൻറ്റ് ഔട്ട് ഈച്ച് ഡേ ടു ഹണ്ട്. പക്ഷേ എൻ്റെ അച്ഛൻ എന്ത് ചെയ്തു? ഹു വെൻറ്റ് ഔട്ട് ഈച്ച് ഡേ ടു ഹണ്ട്, എല്ലാ ദിവസവും എന്ത് ചെയ്തു? അദ്ദേഹം ഹണ്ടിങ്ങിന് പോയി. ആസ് ദോ ഹി ഹാഡ് ദം, ഏതുപോലെ ഇതെല്ലാം, അതായത് അവരുടെ ചെറുപ്പത്തിൽ അവർ ചെയ്തിരുന്ന ഈ ഒരു കാര്യങ്ങൾ, ഹണ്ടിങ് ബഫലോസ്, അതേപോലെ തന്നെ ഈ ഒരു സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെ മന്ത്രവാദീനെ കാണുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ഒരു ട്രഡീഷൻ്റെ ഒരു ഭാഗമായിരുന്നു. ഇതെല്ലാം യഥാർത്ഥത്തിൽ അച്ഛന് നഷ്ടപ്പെട്ടിട്ടുണ്ട് ആഫ്റ്റർ ഹിസ് മാരേജ്. പക്ഷേ അച്ഛൻ എന്ത് ചെയ്തിട്ടുണ്ട്? സാധാരണ പോലെ തന്നെ അദ്ദേഹം ഹണ്ടിങ്ങിന് പോവാറുണ്ട്. ഇതെല്ലാം നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു ചിന്തയോട് കൂടിയിട്ട് അദ്ദേഹം സാധാരണ രീതി പോലെ, സാധാരണ ചെയ്തിരുന്നത് പോലെ തന്നെ ഹണ്ടിങ്ങിന് ബഫലോസിനെ ഹണ്ട് ചെയ്യാറുണ്ട്, വൈൽഡ് ആനിമൽസിനെ ഹണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു ഫസ്റ്റ് ഫ്യൂ ലൈൻസിൽ കാണിക്കുന്നത് these things was an integral part of their tribal their culture. അവരുടെ ഒരു കൾച്ചറിൻ്റെ ഒരു ഇൻ്റഗ്രൽ പാർട്ടായിട്ടാണ് ഇത്തരം കാര്യങ്ങളെല്ലാം കാണിക്കുന്നത്. He worked in the stockyards. All his life he bought us meat. No one marked his first kill. No one sang his buffalo song. He worked in the stockyards. ഇവിടെ stockyards എന്ന് പറയുന്നത് where livestock is kept, അതായത് ഈ മൃഗങ്ങളെയൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലം. അപ്പോൾ he worked in a place where livestock is kept and sorted. അവിടെ ഇങ്ങനെ മൃഗങ്ങളെയൊക്കെ കൂട്ടിയിരുന്ന സ്ഥലമാണ് stockyard. അവിടെയാണ് നമ്മുടെ ഫാദർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. All his life he brought us meat. Every day he brought meat
ടു ഹിസ് ഫാമിലി. എല്ലാ ദിവസവും കുടുംബത്തിന് വേണ്ടി അദ്ദേഹം ഇറച്ചി കൊണ്ടുവരാറുണ്ട്. നോ വൺ മാർക്ക്ഡ് ഹിസ് ഫസ്റ്റ് കിൽ, പക്ഷേ നോ വൺ നോട്ടീസ് ഹിസ് ഫസ്റ്റ് ഹണ്ടിങ്. ഇവിടെ കിൽ എന്ന് പറയുന്നത്, ഹണ്ടിങ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഈ ഒരു ചെറോക്കി ട്രൈബിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു അവരുടെ ഒരു കൾച്ചറിൻ്റെ ഒരു ഭാഗമാണ് ഹണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരാൾ, അവരുടെ ഒരു ചെറോക്കി ട്രൈബിൽപ്പെട്ട ഒരാൾ ആദ്യമായിട്ട് ഹണ്ടിങ്ങിന് പോയിട്ട് ഏതെങ്കിലും ഒരു മൃഗത്തിനെ, ഒരു വൈൽഡ് ആനിമലിനെ കില്ല് ചെയ്താൽ ദറ്റ് വാസ് എ സെലിബ്രേഷൻ എമംഗ് ദം. അവർക്കിടയിൽ അതെന്തായിരുന്നു, ഒരു സെലിബ്രേഷൻ ആയിരുന്നു. അപ്പോൾ ഇത്തവണ അച്ഛന് ദിവസവും അദ്ദേഹം ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുമ്പോൾ മാംസം കൊണ്ടുവരുന്നു, അദ്ദേഹം മൃഗങ്ങളെ ഹണ്ട് ചെയ്യുന്നു. ബട്ട് നോ വൺ മാർക്ക്ഡ് അബൌട്ട് ഈ സ്കിൽ. അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്കില്ല് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു കില്ലിങ് സ്കില്ല് ആരും മാർക്ക് ചെയ്തൊന്നുമില്ല. നോ വൺ സാങ് ഹിസ് ബഫലോ സോങ്. ആരും അദ്ദേഹത്തെ സെലിബ്രേറ്റ് ചെയ്തിട്ട് പാട്ടുകൾ പാടിയില്ല. അതായത് ഇതൊക്കെ ചെറോക്കി ട്രൈബ്സിൻ്റെ ഇടയിലുള്ള ഒരു കൾച്ചറായിരുന്നു. അതായത് ആദ്യമായിട്ട് ഒരാൾ പോയി ഒരു മൃഗത്തെ വേട്ടയാടി കൊണ്ടുവന്നാൽ എല്ലാവരും അവരുടെ ഒരു കമ്മ്യൂണിറ്റി ഒന്നിച്ച് ഒരു ബഫലോ സോങ് ഒക്കെ പാടിയിട്ട് അതിനെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ദാറ്റ് വാസ് ദ കസ്റ്റം എമംഗ് ദം. അവർക്കിടയിലുള്ള ഒരു കസ്റ്റമായിരുന്നു അത് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ തവണയും പോലെ അച്ഛന് ജോലിക്ക് പോകാറുണ്ട്, മൃഗങ്ങളെ വേട്ടയാടിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ കില്ലിങ്ങോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്കില്ലോ ഒന്നും ആരും നോട്ട് ചെയ്തത് പോലുമില്ല എന്നാണ്. അതായത് അദ്ദേഹത്തിൻ്റെ കൾച്ചർ മാറിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വിവാഹശേഷം അല്ലെങ്കിൽ മറ്റൊരു കൾച്ചറുമായിട്ട് അദ്ദേഹം അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് മുതൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പഴയ കൾച്ചർ അദ്ദേഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. Without a vision, he had migrated to the city and went to work in the packing house. When he brought home his horns and hides, my mother said, "Get rid of them." അപ്പോൾ വിത്തൗട്ട് വിഷൻ he had migrated to city after his marriage. അദ്ദേഹത്തിൻ്റെ കല്യാണത്തിന് ശേഷം he came back home after a day's work in the livestock yard. Mother would be angry with him because he bought horns and hides. അതായത് he migrated to city. സിറ്റിയിലേക്ക് അദ്ദേഹം പോയി. went to work in the packing houses. അതായത് എന്താണ്, പാക്ക് ചെയ്യുന്ന സ്ഥലം, ഒരു സ്ഥലത്ത് അദ്ദേഹം ജോലി ചെയ്തു. he bought ഹോൺസ് ആൻഡ് ഹൈഡ്സ്. അദ്ദേഹം എന്തുകൊണ്ടുവന്നു, തിരിച്ച് വീട്ടിലേക്ക് ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഹി ബോട്ട് ഹോൺ ആൻഡ് ഹൈഡ്സ് എന്ന് പറഞ്ഞാൽ മൃഗങ്ങളുടെ കൊമ്പും അതേപോലെ തന്നെ തൊലിയൊക്കെ അദ്ദേഹം വീട്ടിലേക്ക് കൊണ്ടുവരാറുണ്ട്. ബട്ട് മൈ മദർ സെഡ് ഗെറ്റ് റീഡ് ഓഫ് ദം. പക്ഷേ മൈ മദർ ഇൻസൾട്ടഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് ചിൽഡ്രൻ. അമ്മ പറയും അതൊക്കെ പുറത്ത് കളയാൻ പറയും. അതായത് ആ ഒരു കൾച്ചറിനൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു വൈറ്റ് ലേഡിക്ക് അല്ലെങ്കിൽ ഭാര്യയായിട്ടുള്ള നമ്മുടെ അമ്മയ്ക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് ആ ഒരു കൾച്ചറൽ ഡിഫറൻസസ് ആണ് ഇവിടെ കാണിച്ചു തരുന്നത്. I remember the animal tags of his car backing out the drive in snow and mud, the aerial on his old car waving like a bowstring. I remember the animal tracks of his car. ഇവിടെ ഓദർ പറയാണ്, പോയിട്ട് പറയാണ്, her father was very fond of wild buffaloes or other wild animals. അച്ഛന് ഒരു ചെറോക്കി ട്രൈബിൽപ്പെട്ട ഒരാളായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മൃഗങ്ങളെയും പ്രത്യേകിച്ചും ബഫലോസിനെയൊക്കെ വളരെ ഇഷ്ടമായിരുന്നു. സോ ഹി പെയിൻറ്റഡ് ഹിസ് കാർ വിത്ത് ദ പിക്ചേഴ്സ് ഓഫ് ദീസ് ആനിമൽസ്. ഇത്തരം മൃഗങ്ങളുടെ ചിത്രങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കാറിൽ അദ്ദേഹം പിക്ചർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ചിത്രങ്ങളൊക്കെ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ദ ഏരിയൽ ഓൺ ഇസ് ഓൾ കാർ വേവിങ് ലൈക്ക് എ ബോ സ്ട്രിങ്. അദ്ദേഹത്തിൻ്റെ കാറിലുള്ള ഒരു ഏരിയൽ ഏതുപോലെയാണ്, ഒരു ബോൻ്റെ പോലെ ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അതായത് എല്ലാം ഒരു ഹണ്ടിങ് അല്ലെങ്കിൽ ഒരു നേച്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് അവരുടെ ജീവിതമൊക്കെ ഉണ്ടായിരുന്നത്. അത്രത്തോളം ഈ ഒരു ചെറോക്കി ട്രൈബിൻ്റെ അല്ലെങ്കിൽ ആ ഒരു അബോറിജിനൽ കമ്മ്യൂണിറ്റിയുടെ ഒരു കസ്റ്റംസുമായിട്ട് വളരെ മിങ്കിൾ ചെയ്ത് ജീവിക്കുന്ന ഒരു ഫാദറായിരുന്നു ഇവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ലൈഫ്, ചെറോക്കി ട്രൈബ് ഇഷ്ടപ്പെട്ടിരുന്ന ആ ഒരു കൾച്ചറിനെ എത്രത്തോളം അദ്ദേഹം കൊണ്ടു നടന്നിരുന്നു എന്നുള്ളതാണ് ഈ ഒരു വരികളിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. I remember the silence of his lost power, the red buffalo painted on his chest. Oh, I couldn't see it, but it was there, and in the night I heard his buffalo grunt like a snow. I remember the silence of his lost power. ഇവിടെ പോയിട്ട് പറയാണ്, പോയിട്ട് ഈസ് റിമെമ്പറിങ് അബൌട്ട് ഹിസ് ലോസ്റ്റ് പവർ. അച്ഛൻ്റെ ആ ഒരു, അതായത് അച്ഛൻ പണ്ട് പ്രതാപത്തോടു കൂടി കൊണ്ട് നടന്ന അദ്ദേഹത്തിൻ്റെ ഒരു കൾച്ചർ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കസ്റ്റംസൊക്കെ ഇന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഹി ബിക്കേം സൈലൻറ്റ്. അദ്ദേഹം ഒരു എന്താ പറയുക, അദ്ദേഹം വളരെ ഡള്ളായിട്ടുള്ള, ബോറിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു ഫെഡപ്പ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറിയിട്ടുണ്ടെന്നാണ്. ദ റെഡ് ബഫലോ പെയിൻറ്റഡ് ഓൺ ഹിസ് ചെസ്റ്റ്. അദ്ദേഹത്തിൻ്റെ ചെസ്റ്റിൽ ഇപ്പോഴും
വി ക്യാൻ സീ ദ പിക്ചർ ഓഫ് എ റെഡ് ബഫലോ. റെഡ് ബഫലോൻ്റെ പിക്ചർ കാണാം. ഓ ഐ കുഡിൻ സീ ഇറ്റ്. പക്ഷേ അത് ഫിസിക്കലി എന്നെ നമുക്ക് ഓദർ പറയാണ്, ഫിസിക്കലി എനിക്കത് കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ കൂടി കുഡ് ഫീൽ ഇറ്റ്സ് പ്രസൻസ്. ആ ഒരു റെഡ് ബഫലോയുടെ ഒരു പ്രസൻസ് അച്ഛനിൽ ഇപ്പോഴും ഉണ്ട്. അതായത് ഹീ കീപ് ഹിസ് കസ്റ്റം ടിൽ നൗ. ഇപ്പോഴും പിന്നെ അച്ഛൻ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ആ ഒരു കസ്റ്റംസ് കൊണ്ട് നടക്കുന്ന ഒരാളാണെന്നുള്ളതാണ്. ബട്ട് ഇറ്റ് വാസ് ദ ആൻഡ് ഇൻ ദ നൈറ്റ് ഐ ഹിയർഡ് ഹിസ് ബഫലോ ഗ്രണ്ട് ലൈക്ക് സ്നോർ. അതവിടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു കൾച്ചർ അദ്ദേഹത്തിന് ഒരു വിധത്തിൽ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയ ഒരു കൾച്ചർ അദ്ദേഹത്തിൻ്റെ കൂടെ ഇപ്പോഴും ഉണ്ട്. ഏതിലൂടെ? ഇൻ ദ നൈറ്റ് ഐ ഹിയർഡ് ഹിസ് ബഫലോ ഗ്രണ്ട് ലൈക്ക് സ്നോർ. അദ്ദേഹം ഉറങ്ങുമ്പോൾ, അച്ഛൻ ഉറങ്ങുമ്പോൾ അച്ഛൻ്റെ സ്നോർ എന്ന് പറഞ്ഞാൽ കൂർക്കം വലി, അദ്ദേഹത്തിൻ്റെ ആ ഒരു കൂർക്കം വലി ഏതുപോലെയാണ്? ലൈക്ക് എ ഗ്രണ്ടിങ് സൗണ്ട് ഓഫ് ദറ്റ് ബഫലോസ്. ബഫലോയുടെ ആ ഒരു ശബ്ദം പോലെ അദ്ദേഹത്തിന് കൂർക്കം വലി തോന്നുന്നു എന്ന് പറയുന്നത് അത്രത്തോളം പ്രകൃതിയും അത്രത്തോളം ആനിമൽസുമായിട്ടും ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് ഈ ഒരു അബോറിജിനൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ചെറോക്കി ട്രൈബ് എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ആ ഒരു നഷ്ടപ്പെട്ടു പോയ അവരുടെ ആ ഒരു പ്രതാപം, അവരുടെ ഒരു കൾച്ചർ ഇപ്പോഴും അവരുടെ ഉള്ളിലുണ്ട്. അത് മുഴുവനായിട്ട് അവർക്ക് നഷ്ടപ്പെടാൻ സാധിക്കുന്നില്ല. അത് അവരുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ള ഒരു മെസ്സേജാണ് ഇവിടെ. ആ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ആണ് ഇവിടെ. നമ്മുടെ ഓദർ ഡാൻ ഗ്ലാൻസി പോലും ആ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ഫേസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. കാരണം അവരൊരു മിക്സഡ് കൾച്ചറിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അവർ വരുന്നത്. അതുകൊണ്ട് തന്നെ വി ക്യാൻ സി എ പെയിൻ ഓഫ് ലോസ് ഓഫ് വൺസ് കൾച്ചർ. ഒരാളുടെ കൾച്ചർ നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഒരു ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുന്നതിൻ്റെ ഒരു പെയിൻ നമുക്ക് മനസ്സിലാവാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഫാദറിനെ കുറിച്ച് പറയുന്നത് ഫാദർ എത്രത്തോളം അവരുടെ കൾച്ചറുമായിട്ട് റിലേറ്റഡ് ആണ് എന്നുള്ള ഒരു കാര്യത്തിലൂടെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ആ ഒരു ചെറോക്കി ട്രൈബിൻ്റെ അല്ലെങ്കിൽ അമേരിക്കൻ അബോറിജിനൽ കമ്മ്യൂണിറ്റിയുടെ ഒരു രീതികൾ അല്ലെങ്കിൽ അവരുടെ ഒരു കസ്റ്റംസും അവരുടെ ട്രഡീഷണൽ വേ ഓഫ് ലൈഫൊക്കെ നമുക്ക് വളരെ ക്ലിയറായിട്ട് നമുക്ക് ഡാൻ ഗ്ലാൻസി ഈ ഒരു കവിതയിലൂടെ, ഈ ഒരു പോയത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈ ഒരു ഭാഗം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.